ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയാണെങ്കിൽ ആകെ കൺഫ്യൂഷനിൽ, അതായത് ടെൻഷനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതായത് സിദ്ധാർത്ഥ ആണെങ്കിൽ നിധി വിടാതെ പിന്തുടരാണ്. അങ്ങനെ സിദ്ധാർത്ഥ നിധിക്ക് വേണ്ടിയിട്ട് ഓരോരോ സമ്മാനങ്ങൾ കൊടുക്കുന്നു. നിധിനെ എപ്പോഴും ഫോൺ ചെയ്യുന്നു. ഓഫീസിലാണെങ്കിലും എപ്പോഴും നിധിയുടെ കൂടെ തന്നെ നിൽക്കുന്നു. നിധിനെ ക്യാബിനിലേക്ക് വിളിക്കുന്നു. അങ്ങനെ നിധിനെ സ്വസ്ഥമായിട്ടൊന്ന് ജോലി ചെയ്യാൻ പോലും സമ്മതിക്കണില്ല കേട്ടോ. അങ്ങനെ നിധിയാണെങ്കിൽ ആകെ അസ്വസ്ഥമായി ഇരിക്കുകയാണ്. അങ്ങനെ നിധിക്ക് രാത്രിയിൽ മെസ്സേജ് അയക്കുകയും ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ സഹികെട്ടിട്ട് നിധിയാണെങ്കിൽ ആ സത്യം തുറന്നടിക്കാൻ കേട്ടോ സിദ്ധാർത്ഥിന് മുൻപിൽ തൻ്റെയും അതുപോലെ തന്നെ സുധീഷിൻ്റെയും വിവാഹം കഴിഞ്ഞതാണെന്നും അങ്ങനെയാണ് നിധി ഇവിടേക്ക് വന്നതെന്നുമൊക്കെയുള്ള ആ ഒരു കാര്യങ്ങൾ സിദ്ധാർത്ഥിനെ അറിയിക്കാൻ കേട്ടോ നിധി. അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥ ആണെങ്കിലും ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. നിധി ഇതെന്തൊക്കെയാണ് പറയുന്നത്? നിധിയുടെ കസിൻസ് ആണെന്നല്ലേ പറഞ്ഞത്, പിന്നെ ഇപ്പോൾ എങ്ങനെയാണ് പൊട്ടിമുളച്ച് വന്നത് ഒരു ഭർത്താവും കുടുംബവും ഒക്കെ? ഇതൊക്കെ നിധി എന്നെ പറ്റിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാണ് എന്ന് എനിക്കറിയാം എന്നൊക്കെ സിദ്ധാർത്ഥ് പറയുമ്പോൾ, നിധിയാണെങ്കിൽ തങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിച്ചിട്ട് എടുത്ത ആ ഒരു ഫോട്ടോസൊക്കെ കാണിക്കാൻ കേട്ടോ. അങ്ങനെ നിധി പറയാണ്, എൻ്റെ വിവാഹം കഴിഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞില്ല, ഇനി എൻ്റെ പിന്നാലെ നടക്കരുത് സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞിട്ട് നിധി ആകെ അരിശത്തോടു കൂടി അവിടേക്ക് പോകുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സിദ്ധാർത്ഥിനാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ. കാരണം ഇത്രയും നാളും തൻ്റെ കസിൻസാണ് എന്നൊക്കെ പറഞ്ഞ് നിധി പിന്നെ കള്ളം പറഞ്ഞത് എന്തിനായിരിക്കും? അപ്പോൾ എന്തൊക്കെയോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന സിദ്ധാർത്ഥാണെങ്കിൽ സുഭാഷ് ചേട്ടനെ കണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയുന്നുണ്ട് കേട്ടോ. സുഭാഷ് ചേട്ടൻ വാപോയ കോടാലി ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങ് തുറന്ന് പറയാൻ കേട്ടോ. അതായത് നിധി ഇവിടേക്ക് വന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ സുധീഷുമായിട്ടുള്ള വിവാഹം നടന്നതാണെന്നും ഒക്കെയുള്ള സുഭാഷ് ചേട്ടൻ അറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ സിദ്ധാർത്ഥിനോട് പറയാൻ കേട്ടോ. അങ്ങനെ പറയുന്നുണ്ട്, അവർ വിവാഹം കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഒരിക്കലും അവർ ഒരു ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല എന്നും അതുപോലെ തന്നെ നിധി സ്വന്തം കാലിൽ നിൽക്കാനും ഒക്കെ ആയിട്ടാണ് ഇവിടെ വന്നതും ജോലിക്ക് പോയതും ഒക്കെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥാണെങ്കിൽ നിധിയും സുഭാഷും തമ്മിൽ മറ്റു യാതൊരു വിധത്തിലുള്ള ബന്ധമില്ല എന്നും അതുപോലെ തന്നെ ഇതൊരു നാടകീയമായിട്ടുള്ളൊരു വിവാഹമായിരുന്നു എന്നും അവർ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാനേ. അങ്ങനെ ഡിവോഴ്സ് ആകാൻ പോകുകയാണെന്നും കൂടെ അറിയുമ്പോൾ സിദ്ധാർത്ഥിന് സന്തോഷമാകാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും നിധി തന്നിൽ നിന്നും പിന്നെയും ഇങ്ങനെ അകന്നു പോകുന്നത്? എന്തായാലും അവർ വേർപിരിയാൻ പോകുകയല്ലേ, എന്നാൽ പിന്നെ നിധിക്ക് എന്നെ ചൂസ് ചെയ്തൂടെ? നിധിയുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും അതുപോലെ തന്നെ നിധിയുടെ കരിയറിനും ഒക്കെ ഞാനൊരു മികച്ച ആളല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് നിധി അത് വേണ്ടാന്ന് വിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാനുണ്ട് സിദ്ധാർത്ഥ. അങ്ങനെ പിറ്റേ ദിവസം നിധിയാണെങ്കിൽ ഓഫീസിലേക്ക് വരികയാണ് കേട്ടോ. ആ ഒരു സമയത്ത് നിധിയാണെങ്കിൽ അവിടെ നിന്നും മാറിയിട്ട് മറ്റു ജോലികളൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരിക്കുമേ. അതായത് മറ്റ് കമ്പനികളിലൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ അറിയാൻ കേട്ടോ സിദ്ധാർത്ഥ്. അങ്ങനെ സിദ്ധാർത്ഥ് നിധിയെ തൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ നിധിയാണെങ്കിൽ മടിച്ച് സിദ്ധാർത്ഥിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. എന്താ സർ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ്, ഇപ്പോഴും നിധി സർ എന്നുള്ള വിളിയാണോ? ഞാൻ എപ്പോഴും പറയാറില്ല എന്നെ സാറിന് വിളിക്കണ്ട, എന്നെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടാൽ പോരെ എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, നിധി മറ്റൊരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ടല്ലേ, ഈ കമ്പനിയിൽ തനിക്ക് എന്ത് കുറവാണുള്ളത്? തന്നെ പോലൊരു ഫ്രഷറെ ഇത്രയും നല്ലൊരു കമ്പനിയിൽ എടുത്തത് തന്നെ വലിയൊരു കാര്യമില്ല, എന്നിട്ട് താനെന്തിനാ ഇപ്പോൾ മറ്റൊരു കമ്പനിയിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, അതിന് കാരണം സിദ്ധാർത്ഥിനറിയാലോ, ഞാൻ സമാധാനത്തോടുകൂടി ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നല്ലേ, പക്ഷേ അത് നശിപ്പിക്കാനല്ലേ സിദ്ധാർത്ഥ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാനേ. അപ്പോൾ സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, ഞാൻ സമാധാനം നശിപ്പിച്ചു എന്ന് നിധി പറയുന്നത്? നിധിക്കൊരു പ്രപ്പോസൽ വെച്ചത് അത് ഇത്ര വലിയ തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, അങ്ങനെ പ്രപ്പോസൽ വെക്കാം, പക്ഷേ ഞാൻ മറ്റൊരാളെ വിവാഹം കഴിച്ചൊരു വിവാഹിതയാണ്, ഒരാളുടെ ഭാര്യയാണ് എന്ന് അറിഞ്ഞിട്ട് കൂടി അതിനെ തുടരുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് പറയുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അതൊന്നും നിധി പറയണ്ട, ഇത്രയും കാലം വിവാഹം കഴിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ടില്ലേ എല്ലാവരുടെ മുൻപിൽ നിധി നിന്നത്? എന്നിട്ട് ഇപ്പോൾ പുതിയതായിട്ട് ഒരു ഭർത്താവിനെയും ഒരു ഫോട്ടോയും കാണിച്ചാൽ എല്ലാവരും അങ്ങ് വിശ്വസിക്കുമെന്നാണ് കരുതുന്നത് എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, എനിക്ക് പല സാഹചര്യങ്ങളുണ്ട്, എൻ്റെ ഫാമിലിയിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്, അതൊക്കെ കൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞത്, പക്ഷേ എനിക്കിപ്പോൾ സിദ്ധാർത്ഥിനെ വിവാഹം കഴിക്കാനോ പ്രേമിച്ച് നടക്കാനോ ഒക്കെയുള്ള ടൈമില്ല, ഞാൻ എന്തായാലും ഇപ്പോൾ സുധീഷിൻ്റെ ഭാര്യയാണ്, അത് അങ്ങനെ തന്നെയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അങ്ങനെ തന്നെയാണെന്നോ? അങ്ങനെയൊന്നും പറയില്ലേ നിധി, നിങ്ങളുടെ വിവാഹം എങ്ങനെയാണ് നടന്നതെന്നും നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങളും സത്യങ്ങളും എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. പിന്നെ നിധിയാണെങ്കിലും ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും ഞാൻ അറിഞ്ഞു, അതുകൊണ്ട്
നിധി എന്നോട് ഇനി കള്ളം പറയാനൊന്നും ശ്രമിക്കണ്ടേ, ഇത്രയും നാളും പറഞ്ഞതൊക്കെ പോരെ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്, താനത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. ഓരോന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, എനിക്കങ്ങനല്ല, ഇനി ഈ സംസാരം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോ, ഞാൻ മറ്റൊരു കമ്പനിയിലേക്ക് ജോലി നോക്കുന്നുണ്ട്, അതുവരെയുള്ളൂ ഞാനിവിടെ എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും നിധി ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെയുള്ള പല കമ്പനികളിലും ഉള്ളവർ എൻ്റെ ഫ്രണ്ട്സാണ്, എൻ്റെ കൂടെ ജോലി ചെയ്തവരോ അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചവരോ ഒക്കെ ആയിട്ട് പല ഫ്രണ്ട്സും ഉണ്ട് എനിക്ക്. അതുകൊണ്ട് നിധി എവിടെ പോയാലും എനിക്ക് അറിയാൻ പറ്റും. പിന്നൊരു കാര്യം, ഒരു കമ്പനിയിൽ ഒരു ഫ്രഷർ ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും ജോലി ചെയ്താലേ അവർക്ക് വർക്കിംഗ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുള്ളൂ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ആ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ മറ്റൊരു കമ്പനിയിൽ പോയി ജോലി ചെയ്യാനാവില്ല. അതുമല്ല, ഒരു കമ്പനിയിൽ 6 മാസം തികച്ചു നിൽക്കാതെ അവിടെ നിന്ന് റിസൈൻ ചെയ്തു പോകുന്നതിൻ്റെ കാരണങ്ങളൊക്കെ എല്ലാവരും അന്വേഷിക്കും. അപ്പോൾ താൻ എന്ത് കാരണങ്ങൾ പറയുമെന്നാണ് വിചാരിക്കുന്നത് എന്ന് പറയുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, അതെന്താ എനിക്ക് ഇത്രയും നാളും ചെയ്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെ തരാൻ കഴിയും, അതൊന്നും ഞാൻ തരില്ല, 1 വർഷം തികച്ച് ജോലി ചെയ്താലേ ഞാൻ തരുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്ത പ്രോജക്റ്റുകൾ, ഞാൻ എത്ര വലിയ പ്രോജക്റ്റുകൾ ചെയ്തു, അപ്പോൾ അതിൻ്റെയൊക്കെ ഇതോ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. 1 വർഷം തികച്ച് ജോലി ചെയ്താൽ മാത്രമേ ഇവിടെ നിന്നും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരുള്ളൂ. താൻ ചെയ്ത പ്രോജക്റ്റുകളൊക്കെ ഒരിക്കലും ഞാനത് അപ്രൂവ് ചെയ്ത് തരികയുമില്ല, അതിൻ്റെ ഇൻഫർമേഷൻസ് ഒന്നും ഞാൻ തരികയില്ല. വാശിയാണോ, എന്നോട് പ്രതികാരം ചെയ്യുകയായിരിക്കും അല്ലേ സിദ്ധാർത്ഥ് എന്ന് ചോദിക്കുമ്പോൾ പ്രതികാരമൊന്നുമല്ല, ഇത് ചെറിയ തോതിൽ വാശിയാണെന്ന് കൂട്ടിക്കോളൂ. എന്തായാലും നിധി ഇവിടെ നിന്നും റിസൈൻ ചെയ്ത് പോകുകയാണെങ്കിൽ ഒരിക്കലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ താൻ ചെയ്ത പ്രോജക്റ്റുകളുടെ സർട്ടിഫിക്കറ്റോ ഡീറ്റെയിൽസോ ഒന്നും ഞാൻ തരില്ല, അത് താൻ പ്രതീക്ഷിക്കുകയും വേണ്ട എന്നിങ്ങനെ പറയാനുണ്ടോ. ആണോ, എങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ റിസൈൻ ചെയ്യുകയാണ്, എനിക്ക് തൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഒന്നും വേണ്ട. താൻ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, നല്ലൊരു കമ്പനിയിൽ ഞാൻ ജോലി മേടിച്ചിരിക്കുക തന്നെ ചെയ്യും, എനിക്കതിനുള്ള ആത്മവിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥിൻ്റെ മുന്നിലേക്ക് ഒരു കൈ നീട്ടി അടിക്കുന്നത് പോലെ ആ ഒരു രീതിയിലായിരിക്കും നിധിയുടെ ആ ഒരു പെരുമാറ്റമൊക്കെ. അങ്ങനെ നിധി അവിടെ നിന്നും പടിയിറങ്ങാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സുധീഷ് അതുവഴി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സുധീഷിൻ്റെ വണ്ടിയിൽ കൈ കാണിച്ച് നിർത്തിയിട്ട് നിധി കയറുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സുധീഷ് പറഞ്ഞിട്ട്, ഇന്നെന്താ നിധി ഹാഫ് ഡേ ലീവ് വല്ലതും ആണോ ഇത്ര നേരത്തെ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താ നിധി, എന്താ പറ്റിയത്, എന്താ പ്രശ്നം, നിധിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്, ഓഫീസിൽ പിന്നെയും ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ആ സിദ്ധാർത്ഥ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, ഞാൻ ജോലി റിസൈൻ ചെയ്തിരുന്നു, അതെന്താ നിധി ഇത്ര പെട്ടെന്ന്, തനിക്ക് എന്താ പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ നിധി പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ മറ്റൊരു കമ്പനിയിൽ ജോലി നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം സുധീഷിനോട് പറഞ്ഞിരുന്നില്ല. പറഞ്ഞിരുന്നു. അപ്പോൾ വേറെ എവിടെയെങ്കിലും ജോലിയായോ, ജോലി ആയിട്ടില്ല, അവിടെ വേറെ എവിടെയെങ്കിലും ജോലിയാകുമ്പോൾ ഇവിടെ നിന്നും റിസൈൻ ചെയ്ത് അവിടേക്ക് മാറാം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ സിദ്ധാർത്ഥ് അവൻ ഒന്നും സമ്മതിക്കുന്നില്ല. സിദ്ധാർത്ഥിൻ്റെ ഓരോ സംസാരങ്ങളും ഒക്കെ കാരണം എനിക്കങ്ങ് ദേഷ്യം വന്നു. എന്നോടിന്ന് പറയുക എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ പ്രോജക്റ്റുകൾ ചെയ്തതിന് സർട്ടിഫിക്കറ്റുകളോ കാര്യങ്ങളോ ഇൻഫർമേഷൻസോ ഒന്നും തരില്ല എന്ന്. അതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോന്നു റിസൈൻ ചെയ്തിട്ട്. ഇനി ഞാൻ എന്ത് ചെയ്യും സുധീഷ്, എനിക്കിപ്പോൾ ഒരു ജോലിയില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് സുധീഷ് ധൈര്യം പകരുന്നുണ്ട്, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, താൻ ആദ്യമായിട്ട് ഇൻ്റർവ്യൂവിന് വന്നിട്ട് ഇത്ര പെട്ടെന്ന് തനിക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടിയില്ലേ, അതുപോലെ ഇനിയും കിട്ടുമോ. ഇവൻ്റെ സിദ്ധാർത്ഥിൻ്റെ കമ്പനി മാത്രമുള്ളോ ഈ പ്രദേശത്ത്, എവിടെയൊക്കെ കമ്പനികളുണ്ട്, എത്ര കമ്പനികളുണ്ട്, പ്രൈവറ്റ് ഫേമുകളുണ്ട്, അതൊന്നും ഓർത്ത് താൻ ടെൻഷൻ അടിക്കേണ്ട, തനിക്ക് നല്ലൊരു ജോലി തന്നെ കിട്ടും, താൻ ആത്മവിശ്വാസത്തോട് പൊരുതണം, ആ സിദ്ധാർത്ഥിന് മുൻപിൽ താൻ വലിയൊരാളാവണം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീടാണെങ്കിൽ നിധിയാണെങ്കിൽ വിഷമിച്ചാകെ ഇരിക്കുമ്പോൾ സുധീഷാണെങ്കിൽ പറയണം, തൻ്റെ മിസ് കോൾ ഫോണിൽ കിടക്കുന്ന പോലും ഞാൻ കണ്ടില്ല, ഞാനാണെങ്കിൽ അത്രമാത്രം തിരക്കായിരുന്നു, പിന്നെ തൻ്റെ ബെല്ലടിക്കുന്ന കേട്ടിട്ട് വന്ന് നോക്കുമ്പോൾ താനാണെന്ന് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമേ. അതൊന്നും നമ്മുടെ നിധി കേൾക്കുന്നില്ല കേട്ടോ. നിധി ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പോൾ പിന്നെയും സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താ നിധി, എന്താ താനിങ്ങനെ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്, താനതൊക്കെ വിട്ടുകള എന്ന് പറയുമ്പോൾ നിധി പറയുന്നത്, എങ്ങനെ വിട്ടുകളയാനാ, ഇപ്പോൾ എനിക്ക് ജോലിയില്ല, ഇന്നലെ വരെ ഒരു ജോലിക്കാരിയായിരുന്നു, ഇപ്പോൾ എനിക്ക് ജോലിയില്ല, ഇനി എത്ര നാൾ നടന്നാൽ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ നമ്മുടെ സുധീഷാണെങ്കിൽ ഇങ്ങനെ കരയിലെ നിധി എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ നിധി പൊട്ടി കരയാണ്. അപ്പോൾ സുധീഷിൻ്റെ കണ്ണും നിറയാണ്. ആ സമയത്ത് നിധി, എന്താ സുധീഷ് തൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നില്ല, അത് പിന്നെ താൻ കരയുന്ന കാണുമ്പോൾ എനിക്കും കരച്ചിൽ വന്നു, അത്ര തന്നെ എന്ന് പറയുമ്പോൾ നിധി പറയുന്നത്, ഞാൻ കരയുന്നില്ല, സുധീഷ് കണ്ണ് തുറയ്ക്കുക, സുധീഷ് കരയുന്നു വേണ്ട, ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് പറയുമ്പോൾ സുധീഷ് പറഞ്ഞിട്ട്, എന്താ നിധി ചോദിച്ചോ, അതിൻ്റെ ആവശ്യമുണ്ടോ, അങ്ങനെ ഒരു മുഖവരിയുടെ ആവശ്യം തനിക്ക് എന്നോടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല നമുക്കൊരു ചായ കുടിച്ചാലോ എന്ന് പറയുമ്പോൾ, എപ്പോൾ കുടിച്ചെന്ന് ചോദിച്ചാൽ മതി, എനിക്കറിയാവുന്നൊരു ഷോപ്പുണ്ട് ഇവിടെ, നല്ല കിട്ടില്ല ചായ കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോകാം എന്ന് പറഞ്ഞിട്ട് സുധീഷ് നിധിയും കൂട്ടി അവിടെ ആ ഒരു ചായക്കടയിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ അവിടെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും.
അങ്ങനെ ചായ കുടിക്കുന്ന സമയത്ത് പരസ്പരം ഓരോരുത്തർ ഒരു കമ്പനിയുടെ കാര്യങ്ങളും ജോലിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നിധിക്ക് ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണ് നിധിയെ. അങ്ങനെ നിധീനെ സുധീഷ് കൊണ്ടുവിടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. അങ്ങനെ നിധിയാണെങ്കിൽ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. ആ സമയത്ത് സുധീഷ് വണ്ടിയിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും കേട്ടോ. അങ്ങനെ നിധി ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വരികയാണ്. അങ്ങനെ നമ്മുടെ കണ്ണാടി ചില്ലിൽ ഇങ്ങനെ തട്ടിയിട്ട് സുധീഷ് കേൾക്കണില്ല കേട്ടോ. സുധീഷ് നല്ല ഉറക്കത്തിലായിരിക്കും. പിന്നീട് ഫോൺ ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് എന്താണ് ഇത് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞോ ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു, തനിക്ക് ജോലി കിട്ടിയോ എന്നൊക്കെ ഇങ്ങനെ ഫോണിലൂടെ ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട് അതൊക്കെ പറയാം, ഈ ഡോർന്ന് തുറന്നെങ്കിൽ വിശാലമായിട്ടിരുന്ന് പറയായിരുന്നു എന്ന് പറയുമ്പോൾ ആ നിധി താനിവിടെ വന്നോ, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, ഞാൻ ഉറങ്ങിപ്പോയി, താൻ ഒത്തിരി നേരമായിട്ട് വിളിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ലോക്ക് മാറ്റി ആ ഡോറ് തുറക്കാൻ കേട്ടോ. ഈ സമയത്ത് നിധി പറയുന്നുണ്ട് എന്തൊരു ഉറക്കമാണിത്, അതുപോട്ടെ തനിക്ക് ജോലിയൊക്കെ കിട്ടിയോ, താനത് ഇത്ര നേരത്തെ ഇൻ്റർവ്യൂ ഇത്ര നേരത്തേക്കിനുള്ളായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ജോലി കിട്ടിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു ഇങ്ങനെ വരുമായിരുന്നു, അതൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ താൻ വിഷമിക്കണ്ടോ, തന്നെ പോലെ ഇത്രയും ബ്രില്യൻ്റായ ഒരു കുട്ടി, തനിക്ക് ആ ഗോൾഡ് മെഡലൊക്കെ എടുത്ത് കാണിക്കാൻ മേലായിരുന്നു, അതൊന്നും ഇവിടെ വില പോകില്ല, ഇവിടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റാണ് വേണ്ടത്, ഏത് കമ്പനിയിൽ ചെന്നാലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവർ ചോദിക്കുന്നത്, ചെയ്ത പ്രോജക്റ്റുകളുടെ ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത്, അതൊന്നും കൊടുക്കാൻ എൻ്റെ ഇല്ലാത്തടത്തോളം എനിക്കൊരു ജോലി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല സുധീഷ്, എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ ഇവിടെ ഉപേക്ഷിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട് അങ്ങനൊന്നും പറയാതെ നിധി, അപ്പോൾ താൻ ഒരു കമ്പനിയിൽ ജോലിക്ക് പോയുള്ളൂ, ജോലി ചോദിച്ചു പോയിട്ടുള്ളൂ, ഇനിയും പല കമ്പനികളിലും തനിക്ക് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനുള്ളതല്ലേ, അതൊന്നും ഓർത്ത് താൻ ടെൻഷൻ അടിക്കണം, തനിക്ക് ഇത്രയും നല്ല കഴിവുണ്ടായിട്ട് തനിക്ക് ജോലി കിട്ടാതെ പിന്നെ മറ്റാർക്ക് കിട്ടാൻ, താൻ തന്നെ ആലോചിച്ച് നോക്കി, തൻ്റെ അച്ഛൻ തൻ്റെ അത്രയും പോലും വിവരമില്ലാത്ത 10 വയസ്സൊക്കെ വിവരമില്ലാത്ത കുരുട്ട് ബുദ്ധിയുള്ള ആളാണ്, അയാൾക്ക് എത്ര കോടിക്കണക്കിന് സ്വത്തുണ്ടോ, അതൊക്കെ അയാൾ ബിസിനസ് ചെയ്ത് ഉണ്ടാക്കിയതല്ലേ, അതുപോലെ താനും ഒരു ദിവസം വലിയ ഒരാളാവും. ഇത് കേൾക്കുമ്പോൾ നിധി ഒന്ന് ഒരു ദേഷ്യഭാവത്തോടുകൂടി സുധീഷിനെ നോക്കുന്നുണ്ട്. അല്ലല്ല അച്ഛൻ്റെ ഉദാഹരണം അങ്ങ് മാറ്റിയത്, താൻ എന്നെ തന്നെ നോക്ക്, ഞാൻ വെറും ഒരു കാറ് ഓടിച്ചുകൊണ്ട് നടന്നവനല്ലേ, അത് മാത്രമല്ലേ എനിക്കറിയുള്ളൂ, പക്ഷേ എന്നെക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിൽ പിടിച്ച് അവർ കയറും, അതുപോലെ തനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടും, താൻ അങ്ങനത്തെ സമാധാനിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ചോക്ലേറ്റ് എടുത്ത് കൊടുക്കുകയാണേ. ഈ സമയത്ത് നിധി ചോദിക്കുന്നത് ഇതെന്താ, ഇത് ചോക്ലേറ്റ് ആണെന്ന് എനിക്ക് പറയാം, എന്തിനാ ഇപ്പോൾ എനിക്ക് തന്നത്, അത് പിന്നെ തനിക്ക് ഇൻ്റർവ്യൂ പാസ്സാവാതെ വരുമ്പോൾ തനിക്ക് വിഷമമാകുമ്പോൾ ഇത് തന്നെ ഒന്ന് സ്വാന്തനിപ്പിക്കാം, ഒന്ന് ആശ്വസിപ്പിക്കാമെന്ന് കരുതി വാങ്ങിച്ചു വെച്ചത്. അപ്പോൾ സുധീഷിനറിയാം ഞാൻ ഇൻ്റർവ്യൂവിൽ റിജക്റ്റഡ് ആകുമെന്നല്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, താനിനി ജോലി കിട്ടി വരികയാണെങ്കിൽ സന്തോഷത്തോടുകൂടി ഇത് തന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ തനിക്ക് ജോലി കിട്ടാതെ വരികയാണെങ്കിൽ ഇത് തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാം എന്ന് മാത്രമേ ഞാൻ കരുതുള്ളൂ, 2 in 1 എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നിധിയാണെങ്കിൽ ഒരു പുഞ്ചിരിയോടുകൂടി ആ ചോക്ലേറ്റ് മേടിച്ച് കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്തായിരിക്കും നമ്മുടെ നിധിയുടെ ഫോണിലേക്ക് നിധിയുടെ ഒരു ഫ്രണ്ട് വിളിക്കുകയാണ് കേട്ടോ, ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട് വിളിക്കുകയാണ്. അങ്ങനെ ആ കോൾ അറ്റൻഡ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ എന്താ താൻ വിളിച്ച്, അല്ല നിധി നീ ഇൻ്റർവ്യൂവിന് പോയിക്കാന്ന് പറഞ്ഞു, അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ജോലി കിട്ടിയോടാ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ കിട്ടാനാ, സിദ്ധാർത്ഥ് നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും തന്നിട്ടില്ലല്ലോ, എവിടെ ചെന്നാലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റൊക്കെയാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ ജോലി റിജക്റ്റഡ് ആയിടാം, താൻ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, എന്തെങ്കിലുമൊക്കെ ഒരു വഴി കിട്ടും, പിന്നെ താൻ തിരക്കിലാണോ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട കാര്യമാണ് എന്ന് പറയുമ്പോൾ തിരക്കിലല്ല, എന്നാൽ ഇപ്പം തന്നെ കാണാൻ വഴിയുണ്ടോ, അത് പിന്നെ ഞാൻ സുധീഷിനോടൊന്ന് ചോദിക്കട്ടെ, സുധീഷേ എൻ്റെ ഫ്രണ്ടാണ് വിളിച്ചത്, അവൾക്ക് എന്നെ ഒന്ന് അർജൻറ്റായിട്ട് കാണണമെന്ന്, നമുക്ക് ഒരിടം വരെ പോയാൽ അവൾ ലൊക്കേഷൻ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അതിനെന്താ പോകാമല്ലോ, സുധീഷിന് തിരക്കുണ്ടോ, എന്ത് തിരക്ക്, ഇക്കാര്യം കഴിഞ്ഞിട്ടുള്ള തിരക്കൊക്കെ എനിക്കുള്ളൂ, എന്നാൽ ഞാൻ ലൊക്കേഷൻ ചോദിക്കാവേ എന്ന് പറഞ്ഞിട്ട് ആ ലൊക്കേഷൻ മേടിച്ച് അവിടേക്ക് പോകുകയാണ് കേട്ടോ സുധീഷും അതുപോലെ തന്നെ നിധിയും കൂടെ. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം ആ കൂട്ടുകാരിയുടെ തന്നെ ഒരു ഫ്രണ്ടിനെയും കൂടെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. അങ്ങനെ ഇത് സുധീഷ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാലോ സുധീഷിനെ, ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് സോറി എന്ന് പറഞ്ഞ ബലൂണൊക്കെ പിടിച്ചുകൊണ്ട് നിന്ന ആളല്ലേ, അങ്ങനെ ഇപ്പം മറക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് സുധീഷിനൊന്ന് കളിയാക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും താൻ ലക്കിയാടോ, ഇതുപോലൊരു സമ്പന്നനായ ഒരു ഭർത്താവിനില്ല തനിക്ക് കിട്ടിയതെന്നൊക്കെ പറയുമ്പോൾ സുധീഷ് അങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇച്ചിരിയോടെ പൊക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കാൻ കേട്ടോ. അങ്ങനെ സുധീഷ് പിന്നെ നിങ്ങളിരിക്കും, ഞാൻ കോഫി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർക്കുള്ള ഒരു കോഫി
കഫേന്ന് വാങ്ങാൻ വേണ്ടി പോകാൻ കേട്ടോ. ഈ സമയത്ത് ഇവരിരുന്ന് സംസാരിക്കായിരിക്കുവേ. അങ്ങനെ നിധിയോട് തൻ്റെ കൂട്ടുകാരി പറയുന്നുണ്ട്, എടാ ഞാനിപ്പോൾ വിളിച്ചത് ഒരു അർജൻറ്റ് കാര്യം പറയാനാണ്, തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞത്. ഞങ്ങൾക്കൊരു ഒരു ഐഡിയ ഉണ്ട്. അതായത് ഒരു കമ്പനി ലോഞ്ച് ചെയ്താലോ എന്ന്. ഞങ്ങളിപ്പം 3-4 പേരുണ്ട്. അതിലേക്ക് തന്നെ കൂടെ ആഡ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. തന്നെ പോലെ ഒരു ഇത്രയും കഴിവുള്ള കാലിബറുള്ള ഒരാൾ ഞങ്ങളുടെ കൂടെ ഉള്ളത് ഞങ്ങൾക്കൊരു ആശ്വാസം തന്നെയാണ്. അപ്പോൾ തനിക്ക് താല്പര്യമുണ്ടോ? പുതിയൊരു കമ്പനിയാണ്, അതിൻ്റെ പ്രോജക്റ്റ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇനി ഫണ്ടൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഫണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരാൾ എത്ര രൂപ വെച്ചൊക്കെ വേണ്ടി വരും എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കൂട്ടുകാരി പറയുന്നുണ്ട്, 10-25 ലക്ഷം രൂപയായാലും വേണം. ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇൻറ്റീരിയർ വർക്ക് ചെയ്യാനും കാര്യങ്ങൾക്കും മിഷനറീസ് വാങ്ങാനും അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിന് 10-20 ലക്ഷത്തിന് മേളിൽ വേണം. അപ്പോൾ ഒരാൾ ഏകദേശം 5 ലക്ഷം രൂപയായാലും ഇൻവെസ്റ്റ് ചെയ്താലേ പാർട്ട്നേഴ്സ് ഒക്കെ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിൽ നമുക്ക് ഫേം തുടങ്ങാനല്ലേ സാധിക്കുള്ളൂ. ഒറ്റ അടിക്ക് ഒരാളെ കൊണ്ട് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, 5 ലക്ഷം രൂപയോ? 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ പെട്ടെന്ന് എവിടെ നിന്ന് എടുത്തിട്ട് തരാനാടാ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നിന്നെ കൊണ്ട് സാധിക്കും. എല്ലാവരും കയ്യിൽ വെച്ചിട്ടാണോ ചെയ്യുന്നത്? അതുകൊണ്ട് നീ വിചാരിച്ചാൽ സാധിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു സ്റ്റാർട്ടപ്പിൽ നീയും ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ നിൻ്റെ കഴിവും എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ആ കമ്പനി വലിയൊരു ഇതിൽ തന്നെ എത്തിക്കാൻ കഴിയും. പിന്നെ പോകെ എല്ലാം ശരിയാകും. പോകെ അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സിലൂടെയൊക്കെ നമുക്ക് കമ്പനി വളർത്തിയെടുക്കാൻ സാധിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, എല്ലാം കേൾക്കാൻ രസമുണ്ട്, പക്ഷേ എന്നെപ്പോലെ ഒരാൾക്ക് 5 ലക്ഷം രൂപയൊക്കെ പെട്ടെന്ന് തരിക എന്ന് പറയുന്നത് അത് അസാധ്യമായ കാര്യമാണ്. താൻ ഇങ്ങനെ നെഗറ്റീവ് അടിക്കാതെ താൻ പോസിറ്റീവായിട്ടൊന്ന് ചിന്തിച്ച് നോക്ക്, തനിക്കെല്ലാം മനസ്സിലാകും എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, അത് പിന്നെ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പിന്നെ പോകുകയാണ് കേട്ടോ. അങ്ങനെ സുധീഷിനോട് കാര്യങ്ങളൊക്കെ പറയാം. കൂട്ടുകാരി എന്തിനെ വിളിപ്പിച്ചതെന്നും അതുപോലെ തന്നെ ഒരു ഫേം തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട തുകയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നിധി സങ്കടപ്പെടുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത്രയും രൂപയൊക്കെ ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നെയൊക്കെ ഉണ്ടാവില്ല. ഇപ്പോഴാണ് എനിക്ക് തൊഴിൽ പോലും ഇല്ല. അതല്ല, ഈ ഒരു ചിന്ത വേണ്ടെന്ന് വെക്കുന്നത് നല്ലത്. കാരണം ഇവിടെ നിന്ന് ഇനി കുറച്ച് ക്യാഷ് എവിടെ നിന്ന് കടം വാങ്ങിച്ചാലും അത് തിരിച്ചടയ്ക്കാൻ ഞാൻ ബാധ്യസ്ഥയല്ലേ. അപ്പോൾ അതിനുള്ള ഒരു തുക എന്തായാലും കിട്ടില്ല. കാരണം ഒരു കമ്പനി സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ തന്നെ ലാഭം കിട്ടണമെന്നില്ലല്ലോ. എന്തായാലും 1 വർഷം 1.5 വർഷത്തിന് മേളിലെടുക്കും. ചെറിയ തോതിലെങ്കിൽ ചെറിയ തോതിൽ അവിടെ നിന്നും ഏണിങ്സ് കിട്ടിത്തുടങ്ങാൻ. അതുകൊണ്ട് ഈ ഒരു ഐഡിയ ഇവിടെ വെച്ച് ഉപേക്ഷിക്കുന്നത് നല്ലത്. ഞാനിപ്പോൾ അവരോട് ആലോചിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും 2 ദിവസം കഴിയുമ്പോൾ അവർ വിളിക്കുമ്പോൾ ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇത് ഒഴിവാക്കാനേ ശ്രമിക്കുന്നുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല ഈ 5 ലക്ഷം രൂപയൊക്കെ ഒരാൾക്കെന്ന് പറയുമ്പോൾ 4-5 പേരില്ലേ, അപ്പോൾ 10-25 ലക്ഷം ആവില്ലേ? അത്രയും രൂപയുടെ ഒക്കെ ആവശ്യമുണ്ടോ തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, പിന്നെ അത് ഏറ്റവും കുറവാണ്. കാരണം നമ്മളൊരു കമ്പനി തുടങ്ങുമ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ, മിഷനറീസ്, പിന്നെ മറ്റു പല കാര്യങ്ങളും ഉണ്ട്. ഒരാൾ നമ്മുടെ കമ്പനിയിലേക്ക് വരുമ്പോൾ തന്നെ ആകർഷണീയമായ ക്യാബിനും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ അവരുടെ മനസ്സിനൊരു ധൈര്യമാണ്. അവരുടെ പ്രോജക്റ്റുകൾ ഇവിടെ സേഫാണ്, അല്ലെങ്കിൽ അവരുടെ പ്രോജക്റ്റുകൾ സക്സസ് ആകും എന്നുള്ളൊരു വിചാരം അവർക്കുണ്ടാവും. അങ്ങനെ ആദ്യ കാഴ്ചയിൽ തന്നെ ഇമ്പ്രസ് ചെയ്യണം. അതായിരിക്കണം ഒരു കമ്പനിയുടെ ഒരു ഏറ്റവും വലിയൊരു ഇത് എന്നൊക്കെ നിധി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും ഈ ബിസിനസ് ഒന്നും എന്നെക്കൊണ്ട് പറഞ്ഞിരിക്കുന്നതല്ല. എന്തായാലും മറ്റു കമ്പനികളിൽ എവിടെയെങ്കിലും എനിക്കൊരു ജോലി നോക്കണം. അങ്ങനെ പതിയെ ആ ഒരു ജോലിയിലൂടെ എങ്ങനെയെങ്കിലും പിടിച്ചു കയറണം. പിന്നെ ആലോചിക്കാം ബിസിനസ് തുടങ്ങുന്ന കാര്യം ഒക്കെ. അല്ലാതെ ഇപ്പം തന്നെ എന്നെക്കൊണ്ട് ഇതൊന്നും താങ്ങില്ല അല്ലേ സുധീഷ് എന്നൊക്കെ പറയാൻ കേട്ടോ.